ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് another എപ്പിസോഡ് ഓഫ് AJ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ നീണ്ട ഒരാഴ്ചത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അങ്ങനെ കുറേ സംഭവങ്ങളൊന്നും ഇല്ല, എന്നാലും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ. അപ്പോൾ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഈ ബാഗ് നിറച്ച് സാധനങ്ങളായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സാധനങ്ങൾ മാത്രമാക്കി ഞാൻ ഇതിലിപ്പോൾ വെച്ചേക്കാണ്. അപ്പം ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ, കാരണം വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ കുത്തിത്തിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ബാഗ് ആദ്യം തുറന്നു നോക്കാം. അപ്പോൾ ഇത് ഒരു വിൻ്ററിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്വെറ്റ് ടോപ്പ് പോലത്തെയാണ്. നെക്ക് ഇങ്ങനെ ഫുൾ നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. അപ്പം ഇതെനിക്ക് തോന്നുന്നു ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞാൻ സാറയിൽ നിന്നാണ് കൂടുതൽ വാങ്ങിക്കാറ്, കാരണം അതിൽ നല്ല ഓഫറുകളൊക്കെ കിട്ടാറുണ്ട്. സാറ് ഞാൻ ആദ്യം വിചാരിച്ച വലിയ ബ്രാൻഡ് നല്ലതാണ്, ഐ മീൻ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറയിൽ ഓഫറുകൾ വരുമ്പോൾ നല്ല ഓഫറുകളാണ് വരാറ്. അപ്പം അത് പറഞ്ഞാൽ സാറയിൽ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഉള്ളത് ഒരു ജാക്കറ്റാണ്, അതായത് ഇങ്ങനത്തെ സ്ലീവ് ഇല്ലാത്ത ടൈപ്പ് ഒരു ജാക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഫ്ലീസ് പോലത്തെയാണ്. അപ്പം അത് തണുപ്പത്തൊക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ ഒരു കുട്ടിയുണ്ട്. അപ്പം ഇതും സാറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊന്നും വലിയ വിലയില്ല കേട്ടോ, നിങ്ങൾ ബ്രാൻഡഡ് ആണെന്ന് വെച്ചിട്ട് ഭയങ്കര വിലയാണെന്ന് തോന്നണ്ട. ഇതങ്ങനെ. പിന്നെ ഒരു ഷോള്, ഇത് നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമുക്ക് സ്റ്റൈലൊക്കെ ചെയ്യാനെന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് പുറത്ത് നിൽക്കുമ്പോൾ ദൈവത്തിനറിയത്തുള്ളൂ. അപ്പോൾ ഇതൊരെണ്ണം ഞാൻ വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ജാക്കറ്റ്, എന്തോ ഒരു പ്രത്യേക പേരൊക്കെ പറയും കേട്ടോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ട്രെഞ്ച് കോട്ട് അതാണ് ഇതിനെ പറയാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് H&Mലാണ്. നല്ല ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലൈക്ക് അങ്ങനത്തെ നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ നല്ല ലോങ് ആയ കോട്ടാണത്. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം ഗ്രേ കളർ, ഇത് ഇങ്ങനത്തെ കോട്ട് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങിക്കാമെന്ന്. അപ്പം അങ്ങനെ അത് ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ബാഗിൽ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതൊരു ബ്രഷാണ്, ഹെയർ ബ്രഷ്. നമ്മൾ എന്തായിരുന്നു ഈ ഹെയർ ഡ്രയറിന് പകരം സ്റ്റൈൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഇത് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പിന്നെ എൻ്റെ മുടി നല്ല ഉള്ളുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിക്കണോ വേണ്ടോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ചു വാങ്ങിച്ച് കളഞ്ഞേക്കാം എന്നൊക്കെ. അപ്പോൾ ഇതാണ് ബ്രഷ്. നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യണ പോലെ ബ്രഷ് കൊണ്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും. നല്ല കുറേ മുടിയുള്ളവർക്ക് ഇത് നല്ല യൂസ്ഫുള്ളാണ്. എന്നെ പോലത്തെ ആൾക്കാർക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഷോപ്പിൽ നിന്ന് നമുക്ക് ഓർമ്മയില്ല, അങ്ങനെ അതിനെ വാങ്ങിച്ചു. പിന്നെ ഉള്ളത് ഒരു പെയർ ഷൂ എന്ന് വേണമെങ്കിൽ പറയാം, അത് ബൂട്ടോ അങ്ങനത്തെ. കാരണം ബൂട്ടും ജാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. ഇത് ഞങ്ങൾ എപ്പോഴും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഇത്രമാത്രം സാധനങ്ങളൊന്നും വാങ്ങിക്കണമെന്നില്ല കേട്ടോ. ഇത് വൺസ് ഇൻ എ വൈലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഷോപ്പ് ചെയ്യുള്ളൂ. അപ്പം നല്ല ഓഫറൊക്കെ കണ്ടപ്പോൾ ഇത് ഇങ്ങനെ ഒരു പെയർ ഷൂ വാങ്ങിച്ചു. ഇത് ആക്ച്വലി ബൂട്ടാണ്, ലൈക്ക് ഉള്ളിൽ നല്ല ചൂടൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം അങ്ങനത്തെ സ്നോല് ഒക്കെ ഇടാൻ പറ്റുന്നത് അങ്ങനത്തെ തന്നെ വാങ്ങിച്ചു. പിന്നെ ഞാൻ ബോഡി ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ബോഡി ഷോപ്പിൽ നിന്ന് അധികം സാധനങ്ങളൊന്നുമില്ല, 2 സാധനം വാങ്ങിച്ചിട്ടുള്ളൂ. ഒന്ന് ഹെയർ സിറമാണ്. ഈ ഹെയർ സിറം ആക്ച്വലി മുടിയൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇരിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഗ്രേപ്പ് സീഡ് ഗ്ലൂസിങ് സിറം എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി നല്ല സാധനമാണ്. കണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ലൈക്ക് മുടി ഒക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് അത്ര മീൻസ് ഈ ഓഫർ ഉള്ളപ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുള്ളൂ. ഇതപ്പോൾ ലൈക്ക് ഒരു $12 അത്രയൊക്കെ വന്നിട്ടുള്ളൂ ഓഫർ കഴിഞ്ഞിട്ട്. 60% ഓഫറൊക്കെ ആയിരുന്നു. ഇതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ വൈറ്റമിൻ സിൻ്റെ ഒരു ലിക്വിഡ് പീല്. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്.
ഇത് ഞാൻ അവിടെ വെച്ച് യൂസ് ചെയ്തപ്പോൾ നന്നായി തോന്നി. നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ യൂസ് നല്ലതാണോ ഇല്ലയോ എന്ന്. പക്ഷെ ഞാൻ വാങ്ങിച്ചു. ഇതൊക്കെ യൂസ് ചെയ്താൽ പറയാം യൂസ് ചെയ്യും. സിറം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അത് ലൈക്ക് മുടി നല്ല ഡ്രൈ ആകുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനം. പിന്നെ ഉള്ളത് നമ്മൾ സെഫോറ. ലൈക്ക് ഈ സെഫോറ ബ്രാൻഡൊക്കെ നമ്മൾ ഇങ്ങനെ പണ്ടൊക്കെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പോയി തുടങ്ങിയപ്പോൾ ഒക്കെ നമുക്ക് കുറച്ച് ലിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതായത് ഗേൾസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളതാണ് ഈ സെഫോറ. പിന്നെ കുറച്ച് ബാഗ്സ് അങ്ങനെയൊക്കെ. അപ്പം അതിൽ വരുന്നതാണ് ഈ സെഫോറ. അപ്പം ഞാനങ്ങനെ മേക്കപ്പ്, ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. ലിപ്സ്റ്റിക് പിന്നെ എന്തായിരുന്നു ഐലൈനർ, അതൊക്കെ മസ്റ്റാണ്. പക്ഷെ അല്ലാണ്ട് ഈ മുഖത്തിടുന്ന പരീക്ഷണങ്ങൾ എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാറുമില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഇവിടെ ഈ ഗെറ്റപ്പിലൊക്കെ നല്ല കാര്യമുള്ള സ്ഥലമാണല്ലോ. ലൈക്ക് നമുക്കൊന്നും അറിഞ്ഞില്ലെങ്കിലും ഫുൾ സെറ്റപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും, ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ പറയണ്ട, നിറച്ച് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പിന്നെ അറിയാത്തത് കൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും നമ്മൾ കഴിയുന്ന രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇപ്രാവശ്യം സെഫോറയിൽ നിന്ന് വാങ്ങിച്ചത് ഒരു കൺസീലറാണ്. അത് കുറേ നാളെ ഞാൻ വാങ്ങിക്കുന്നു വിചാരിച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. ഇത് സെഫോറ ബ്രാൻഡിൻ്റെ തന്നെ കൺസീലറാണ്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ കണ്ടുല്ലോ വീഡിയോയിൽ, അവർ തന്നെ നമുക്ക് ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്യും. അപ്പോൾ അതൊരെണ്ണം ഞാൻ വാങ്ങിച്ചു. പിന്നെ സെഫോറയിൽ തന്നെ ഐലൈനർ. ഇത് നല്ല ഐലൈനറാണ്. നമ്മളെ വാട്ടർ പ്രൂഫുമാണ്. നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഐലൈനർ. അപ്പോൾ അതെടുത്തു. അത് രണ്ടും ഞാൻ സെഫോറയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം വേറെ സത്യം പറഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല സാധനങ്ങൾ. പിന്നെ വെറുതെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ കുറേ നാളായി ഇത് വാങ്ങിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ സെഫോറ ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് അങ്ങനെ കയറി അത് വാങ്ങിച്ചതാണ്. അത് യൂസ് ചെയ്തിട്ട് ഇല്ല, പൊട്ടിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വേറെ ഏതോ ഒരു ഷോപ്പിൽ പോയപ്പോൾ ലൈക്ക് ഒരു എൽഫിൻ്റെ ബ്ലഷ് വാങ്ങിച്ചു. ഇതൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും. പക്ഷെ എന്നെ പോലത്തെ അറിയാത്ത ആൾക്കാർക്ക് ഇതാവശ്യമൊന്നുമില്ല. പിന്നെ കണ്ടപ്പോൾ ഒരു ദിവസം നമുക്ക് നല്ലപോലെ ഒരുങ്ങി പോകണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതാണല്ലോ. പിന്നെ ഒരു മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു. ഇത് 299 എന്നുള്ള ഷെയ്ഡാണ്. ഇത് കുറച്ച് റെഡിഷ് ഷെയ്ഡാണ്. എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ലാത്തൊരു ഷെയ്ഡായിരുന്നു. കറക്റ്റ് റെഡ് ഷെയ്ഡ്, നല്ല ബ്രൈറ്റ് കളറാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വല്ല ഇങ്ങനെ നല്ല പാർട്ടിക്കൊക്കെ പോവാം, അങ്ങനത്തെ ഒരു ലുക്കിന് നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഷെയ്ഡായിരുന്നു. പിന്നെ ഒരെണ്ണം കൂടി, ഒരു ഷെയ്ഡും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കാണുന്നില്ല. അത് ഒരു ബ്രൗണിഷ്, അത് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അത് ഞാൻ സ്ഥിരം ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അത് നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ അത്. പിന്നെ ഞാൻ ഒരു ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളെ ജാക്കറ്റ് മാറ്റമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഒരു അഡിഡാസിൻ്റെ ജാക്കറ്റ്, ഇതൊക്കെ ഓഫറുള്ളപ്പോഴാണോ, അതായത് നമ്മൾ ഡെയിലി പോയി വാങ്ങിക്കുന്ന സാധനമൊന്നുമല്ല. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, കുട്ടിയുള്ള ടൈപ്പ്, ഒരു സിമ്പിൾ ജാക്കറ്റ്. തണുപ്പ് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പൊക്കെ നിൽക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ ഈ ജാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ വീണ്ടും സാറിൻ്റെ കുറച്ച് സംഭവങ്ങൾ കുറച്ചുള്ളൂ. ഒരു പെർഫ്യൂം വാങ്ങിച്ചു. ഇവിടെ ഞാൻ കോസ്മെറ്റിക്സ് പറഞ്ഞ പോലെ പെർഫ്യൂമിന് ഒരു റോൾ വരുന്നതാണ്. അതായത് ചില സ്ഥലത്തൊന്നും സമ്മതിക്കില്ല പെർഫ്യൂം പാടില്ല എന്നൊക്കെ. പക്ഷേ ഒരു കാര്യമൊന്നും ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ലുക്ക് അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ സാറയുടെ ഭയങ്കര റേറ്റ് നമുക്ക് എക്കണോമിക്കലാണ്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്പ്രേ പെർഫ്യൂംസ് ആണ് സാറയുടെ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ, നമ്മൾ സാറ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബ്രാൻഡഡ്, ഭയങ്കര കോസ്റ്റ് ആവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ല, പക്ഷെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പെർഫ്യൂം, ഞാൻ മുന്നേ വേറൊരു പെർഫ്യൂം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ സാറയുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിലും ലൈക്ക് ഇപ്പോൾ വല്ല ഒക്കേഷണലി നമുക്ക് നല്ല സ്മെല്ലൊക്കെ നിൽക്കണം എന്നാൽ അത്ര ഭയങ്കര കുത്തുന്ന മണയില്ല, അങ്ങനത്തെ ഒരു സ്പ്രേ. കുറേ ടൈപ്പ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കണം. പിന്നെ അത് കൂടാതെ വേറൊരു കോട്ട് ഞാൻ സാറയിൽ നിന്ന് തന്നെ എടുത്തു.
ഇങ്ങനത്തെ ഒരു ടൈപ്പ്. ഇതൊരു ലോങ് കോട്ട് തന്നെ തന്നെയാണ്, നേരത്തെ കണ്ട പോലത്തെ ഒരു കോട്ടിൻ്റെ. പക്ഷെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ലപോലെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം എടുത്തു. ഇത്രേ ഉള്ളൂ സാറേന്ന്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നതാണ് MK. ഈ MK എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ MK ഭയങ്കര വലിയ ബ്രാൻഡ് അല്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി നമുക്ക് തന്നെ ഒരു എക്സ്പെൻസീവ് സാധനമൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ തോന്നിയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് MKയുടെ ബാഗ്. അത് പക്ഷെ ഭയങ്കര വലിയ ബാഗായിരുന്നു. അപ്പം ഞാനങ്ങനെ അത് ഡെയിലി യൂസിന് അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം അത് പക്ഷെ നല്ല ബാഗാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ചെറിയൊരു സ്ലിം ബാഗ്, ഷോൾഡർ ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. കുറേ സാധനങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ എന്താ ഞങ്ങൾ ഇന്ന് പോയി വാങ്ങിക്കുന്ന, അങ്ങനെയല്ല കേട്ടോ. എന്നൊന്നും പോയിട്ട് ഇങ്ങനെ വാങ്ങിക്കാറില്ല. ഇങ്ങനെ ആദ്യം സംക്രാന്തിക്കൊക്കെ ഒരു എന്താ പറ്റിയ പോലെ പണിയൊക്കെ എടുക്കണതല്ലേ, അപ്പം നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനൊരു ഊതി തോന്നുമ്പോൾ എപ്പോഴും പോയി വാങ്ങിക്കില്ല, ഇങ്ങനെ വല്ലപ്പോഴും വർഷത്തിലൊന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ സാധനങ്ങൾ. അപ്പോൾ ഇതൊരു ചെറിയൊരു ബാഗ്, ഷോൾഡർ ബാഗ്, അത്യാവശ്യം സ്പേസും ഇതൊക്കെ ഉണ്ട്. അപ്പം അതാ അങ്ങനത്തെ ഒരു ബാഗ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഇനി കൂടുതൽ പറഞ്ഞ് ശാളമാക്കുന്നില്ല ഞാൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരും, എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ബൈ.